അങ്ങനെ അർജുൻ ഓർമ്മയായി മാറി. അർജുൻ ഓർമ്മയായി മാറിയപ്പം എനിക്ക് തോന്നുന്നു ജൂലൈ 16 അന്ന് ആ മണ്ണിടിച്ചിലുണ്ടായി. എനിക്ക് തോന്നുന്നു ജൂലൈ 16 കേരളത്തിലെ എല്ലാ ജനങ്ങളും അറിഞ്ഞോ എന്നെനിക്ക് സംശയമാണ്. വീട്ടുകാർക്കെല്ലാം ഭയങ്കര ഒരു പ്രശ്നമായിരിക്കും. പക്ഷെ അതിനുശേഷം 2-3 ദിവസം കഴിഞ്ഞാണ് ഇതിൻ്റെ ഗൗരവമൊക്കെ നമ്മൾ ഉൾക്കൊള്ളുന്നത്. പിന്നെ ഇതിനോടൊപ്പമുള്ള യാത്രയായിരുന്നു. ഈ യാത്രയിൽ ഉടനീളം കേരളക്കരയാകെ അർജുൻ്റെ വീട്ടുകാരോടും മനാഫ് എന്ന് പറയുന്ന അതിൻ്റെ ലോറിയുടെ മുതലാളിയോടൊപ്പം നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരുന്നു. മാധ്യമങ്ങളിലെല്ലാം നമ്മൾ നോക്കിക്കൊണ്ടേയിരുന്നു. ദൃശ്യമാധ്യമങ്ങളും അതിനോടൊപ്പം സഞ്ചരിച്ചു. ഓരോ വാർത്തയ്ക്കും മലയാള പ്രേക്ഷകർ കൊടുത്തുന്നൊരു പിന്തുണയുണ്ടായിരുന്നു. അത് തന്നെയായിരുന്നു. നമ്മൾ 3-4 വീഡിയോ ചെയ്തു. എനിക്ക് തോന്നുന്നു അടുത്ത കാലത്ത് ഞാൻ തുടർച്ചയായിട്ട് വീഡിയോ ചെയ്ത് അർജുൻ്റെ കാര്യത്തിലാകാം എന്ന് തോന്നുന്നു. കാര്യം നമ്മളെ സംബന്ധിച്ച് അർജുൻ എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും കാണാത്തൊരു വ്യക്തിയാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിലെ മലയാളികൾ ആരും അങ്ങനെ ഭൂരിപക്ഷം ആൾക്കാരും കാണാത്തൊരു വ്യക്തിയാണ് അല്ലേ. പക്ഷെ നമ്മളിൽ ഒരുവനായി പെട്ടെന്ന് മാറുകയായിരുന്നു. നമ്മുടെ ഒരു കൂടപ്പിറപ്പിനെ പോലെ നമ്മൾ സ്നേഹിച്ചു. അതൊരു നിമിത്തമാണെന്ന് എനിക്കെപ്പോഴും തോന്നാറുണ്ട്. എവിടെയോ കിടക്കുന്ന ഒരു വ്യക്തി, കോഴിക്കോട് പ്രദേശത്തുള്ള വ്യക്തി ഇറങ്ങിപ്പോയപ്പം, വണ്ടിയുമായിട്ട് ഇറങ്ങിപ്പോയപ്പോൾ അവരുടെ വീട്ടുകാർ ഇന്ന സ്ഥലത്തേക്ക് പോകുന്നു എന്ന് അറിഞ്ഞ്, അത് അധികം ആരും അറിയപ്പെടാത്തൊരു വ്യക്തി. പക്ഷെ തിരിച്ചു വന്നപ്പോൾ കേരളക്കരെ ആകെ വിഷമിച്ച ഒരു മുഹൂർത്തമായിരുന്നു. അർജുൻ്റെ മരണം എന്ന് പറയുന്നത് എല്ലാവരെയും വേദനിപ്പിച്ച ഒരു സംഭവം തന്നെയായിരുന്നു. മലയാളികളെല്ലാം വേദനിച്ച ഒരു നിമിഷമായിരുന്നു. പക്ഷേ ഇതിനകത്തൊരു നെഗറ്റീവിനോടൊപ്പം തന്നെ ചില പോസിറ്റീവുണ്ട്. അത് നമ്മൾ കാണാതിരിക്കാൻ കഴിയില്ല. ഞാൻ എപ്പോഴും ആലോചിക്കുന്നത്, അർജുൻ വണ്ടിയുമായിട്ട് തടിയെടുക്കാൻ വേണ്ടി പോയപ്പം അർജുൻ്റെ സുഹൃത്തുക്കളും ആ പ്രദേശത്തിലെ കുറച്ച് ആൾക്കാർക്കും അല്ലേ അർജുനെ അറിയാവുള്ളൂ. പക്ഷേ 72 ദിവസത്തിന് ശേഷം തിരിച്ചു വന്നപ്പോഴും മലയാളികൾ മൊത്തമായി അറിഞ്ഞു എന്നുള്ളതാണ്. ഒരുപക്ഷെ അർജുൻ ആ സമയത്ത് മണ്ണെല്ലാം ഇടിഞ്ഞ് വീണ് കഴിഞ്ഞപ്പോൾ ഉറക്കത്തിലാകാം. ആ ഉറക്കത്തിൽ തന്നെ ഒരുപക്ഷെ ഒന്നും ആലോചിക്കാൻ പോലും കഴിയുന്ന മുമ്പ് മണ്ണെല്ലാം കൂടെ വീണ് കാണില്ലേ. ഒരിക്കലും ചിന്തിച്ചു പോലും കാണില്ല. വീട്ടുകാർ ചിന്തിച്ചു. എനിക്ക് സംശയമാണ്, ഇത്രയും ആൾക്കാർ, ആ അച്ഛനും അമ്മയും ചിന്തിച്ച് കാണുമോ, ഇത്രയും ആൾക്കാർ എൻ്റെ മകന് വേണ്ടി പ്രാർത്ഥിക്കും എന്ന ആ അച്ഛനും അമ്മയും പോലും ചിന്തിച്ച് കാണത്തില്ല. ഞാൻ എപ്പോഴും കരുതുന്നൊരു കാര്യമാണ്, മനുഷ്യൻ്റെ ജീവിതത്തിൽ ഈ ചില സംഭവങ്ങളുണ്ട്. കാരണം നമ്മൾ ഏതായാലും ജീവിതത്തിൽ ഒരിക്കൽ മരിക്കും എന്നുള്ളൊരു സത്യമാണ്. അതിനെ മാറ്റി നിർത്താൻ ആർക്കും ആവില്ല. നമ്മൾ എന്നും മരിക്കും എന്നുള്ളതിൻ്റെ ഒരു അന്വേഷണമാണ് ജീവിതമെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ആ മരണത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുമ്പോഴാണ് നമ്മൾ എന്തൊക്കെയോ നേടി എന്നുള്ളത് എല്ലാം അവസാനിക്കുന്നത് അല്ലേ. എന്ത് നേടിയാലും അവിടെ അവസാനിക്കുന്ന ഒരു സംഭവമാണ് ഈ മരണം എന്ന് പറയുന്നത്. അതൊരു സത്യമായൊരു കാര്യമാണ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആരും അറിയപ്പെടാതെ മരിക്കാം, എല്ലാവരും അറിഞ്ഞും മരിക്കാം അല്ലേ. അത് എല്ലാവർക്കും ഇഷ്ടം എനിക്ക് തോന്നുന്നു. എല്ലാവരും അറിഞ്ഞു മരിക്കാൻ, എല്ലാവരുടെയും പ്രിയപ്പെട്ടവനായി മരിക്കാനായിരിക്കും എല്ലാവർക്കും താല്പര്യം. ആ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു അർജുൻ ഭാഗ്യവാനാണ് എന്ന് തോന്നുന്നു. കാര്യം ആരും അറിയാത്തൊരു വ്യക്തി ഇത്രയും ആൾക്കാർ ഇഷ്ടം ഏറ്റുവാങ്ങിയാണ് മരണത്തിന് കീഴടങ്ങുന്നത്. എനിക്ക് തോന്നുന്നു മരിച്ചതിന് ശേഷമാണ് ഇത്രയും ആൾക്കാർ ഇഷ്ടപ്പെട്ടത്. ഒരുപക്ഷെ അന്ന് തന്നെ മണ്ണിടിച്ച് വീണു നദിയിൽ വീണപ്പം തന്നെ മരിച്ചു പോകാം. ഒരു ദിവസം പോലും നമ്മൾ പ്രതീക്ഷിച്ച പോലൊന്നും ഒറ്റ ദിവസം പോലും ജീവനോട് കാണാൻ സാധ്യതയില്ല. അപ്പം മരിച്ചതിന് ശേഷമാണ് നമ്മളെല്ലാം ഇഷ്ടപ്പെട്ട് തുടങ്ങിയത് എന്നുള്ളൊരു സത്യമായിട്ട് അവശേഷിക്കുകയും ചെയ്യുന്നു. പിന്നെ ഞാനെപ്പോഴും പറഞ്ഞില്ലേ, ജീവിതത്തിൻ്റെ നമ്മൾ എത്ര നാൾ ജീവിക്കുന്നു എന്നുള്ളതല്ല, നമ്മൾ ജീവിക്കുന്ന നാൾ എന്തു ചെയ്തു എന്നുള്ളതാണ്. ഞാൻ എപ്പോഴും വിചാരിക്കുന്നൊരു കാര്യമുണ്ട്, നാളെ ഞാനും മരിച്ചു പോകാം, നിങ്ങളിൽ ഓരോരുത്തരും മരിച്ചു പോകാം. വീട്ടിൽ നമ്മളെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഒരു വിഷമം ഉണ്ടാകും.
പിന്നെ അത് സ്വാഭാവികമായിട്ട് അതങ്ങ് മാറും. പക്ഷേ കാലങ്ങൾ നമ്മളെ ഓർത്ത് വെക്കുക. നമ്മുടെ വീട്ടുകാർ ചിലപ്പോൾ ഓർത്ത് വെച്ചേക്കായിരിക്കും, കൂട്ടുകാർ ചിലപ്പോൾ ചില നിമിഷങ്ങളിൽ ഓർക്കുമായിരിക്കും അല്ലേ. പക്ഷെ കേരളം ഒട്ടാകെ ഓർക്കുന്ന ചില നിമിഷങ്ങളാണ് അർജുനിലൂടെ നമുക്ക് നേടിയത്. അർജുൻ നമുക്ക് കാണിച്ചു തന്നത്. കാരണം ഇനി ഒരു മണ്ണിടിച്ചിലുണ്ടാകുമ്പോഴും ഏതെങ്കിലും ഒരു അപകടം ഉണ്ടാകുമ്പോൾ അർജുനെ പറ്റി നമ്മൾ ഓർക്കും. അല്ലെങ്കിൽ അർജുൻ ആരാണെന്ന് മലയാളക്കാരെ ആകെ മനസ്സിലാക്കി എന്നുള്ളതാണ്. അർജുൻ്റെ മരണത്തിലൂടെ നമുക്കറിയാൻ പറ്റിയത് എന്നുള്ളത്. എനിക്ക് തോന്നുന്നു ഈ പ്രസിദ്ധരായ രാഷ്ട്രീയക്കാരൊക്കെ മരിക്കുമ്പോൾ, ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ മരിക്കുമ്പോൾ ഉണ്ടാകുന്ന മിക്കവാറും മാധ്യമങ്ങളെല്ലാം, ദൃശ്യമാധ്യമങ്ങളിൽ ലൈവായിട്ട് കാണിക്കുന്ന കേട്ടു മരണാനന്തര ചടങ്ങുകൾ ഒക്കെ. അത് അപൂർവങ്ങളിൽ അപൂർവം. അത് അർജുന് കിട്ടി എന്നുള്ളതും ഒരു പോസിറ്റീവ് കാര്യം തന്നെയാണ്. ഞാൻ പറയുന്നത് അർജുൻ്റെ മരണം നമ്മളെ വിഷമിപ്പിക്കുന്നുണ്ട്, ചില കാര്യങ്ങളുണ്ട് എന്നാണ് ഞാൻ ഓർമ്മിപ്പിക്കുന്നത്. നാളെ എത്രയോ ആൾക്കാർ ദിനം പ്രതി, മലയാളികളായാലും ലോകത്തെമ്പാടും ദിനം പ്രതി എത്രയോ ആൾക്കാർ മരിക്കുന്നുണ്ട് അല്ലേ. എത്രയോ ആൾക്കാർ ദിനം പ്രതി മരിക്കുന്നുണ്ട്. അവരുടെ ഒന്നും ചില പേരുകൾ പോലും നമുക്ക് ഓർമ്മയില്ല. മലയാളികൾ തന്നെ മരിക്കുന്നവരെ നമുക്കറിയാവും. അതുപോലെ തന്നെ ഈ മണ്ണിടിച്ചിൽ മൂലം മരണം ഉണ്ടാകുന്ന വ്യക്തി ആദ്യമായിട്ടാണ് അർജുൻ മരിക്കുന്നത് അല്ല. എത്രയോ ആൾക്കാർ മരിച്ചിട്ടുണ്ട്. അവരെല്ലാം ചിലപ്പം പത്രത്തിലെ 2 കോളം വാർത്തയ്ക്കകത്ത് വന്നെന്നിരിക്കും അല്ലേ. പക്ഷെ അവരെപ്പറ്റി അത് കേൾക്കുമ്പോൾ നമുക്കൊരു വിഷമം ഉണ്ടാകും. പിന്നെ അതങ്ങ് മാറും. പിന്നെ അവരുടെ വീട്ടുകാർക്കായിരിക്കും അതിൻ്റെ വിഷമം ഉണ്ടാകുന്നത്. അതുപോലെ ഒരു 2 കോളം വാർത്തയ്ക്ക് അല്ലെങ്കിൽ ഒരു വരിയിൽ ഒതുങ്ങാവുന്ന ഒരു മരണമാകാം അർജുൻ്റേത്. പക്ഷെ ഇത്രയും ആൾക്കാർ, ഇപ്പം നമ്മൾ ആലോചിക്കുമ്പോൾ ചില കാര്യങ്ങൾ, എല്ലാ കാര്യത്തിനും ഞാൻ പറഞ്ഞില്ലേ ചില ഒരു പ്രത്യേകതകളുണ്ട്. ഇപ്പം ഈ മണ്ണിടിച്ചിലുണ്ടായി ആദ്യത്തെ 2ാമത്തെ ദിവസം അർജുനെ കണ്ടുപിടിച്ചിരുന്നെങ്കിൽ അർജുൻ്റെ വീട്ടുകാരും ഈ വീട്ടുകാരും കൂട്ടുകാരും മാത്രം അറിഞ്ഞ ഒരു മരണമായി മാറിയനെ അത്. പക്ഷേ ഈ 72 ദിവസം നമ്മളെ പ്രതീക്ഷയോടെ കാത്തിരുന്ന അർജുൻ്റെ തിരച്ചിലും ഒക്കെ നമ്മൾ നോക്കിയിരുന്നു എന്നുള്ള ദൈർഘ്യം കൂടുന്തോറും അർജുൻ വീണ്ടും വീണ്ടും പ്രിയപ്പെട്ടവനായി എന്നുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഓരോ സംഭവത്തിനും ഒരു നെഗറ്റീവിനോടൊപ്പം പോസിറ്റീവ് ഉണ്ട് എന്നുള്ളത് നമ്മൾ കാണാതിരുന്നു കൂടാ. ഇപ്പം നിങ്ങളൊക്കെ വിചാരിക്കും ഇവനെന്താടാ പറയുന്നത്. ഞാൻ അങ്ങനെ കാണാനാണ് ഇഷ്ടപ്പെടുന്നത്. കാരണം ഒരുപക്ഷെ ഈ മണ്ണിടിച്ചിലല്ലെങ്കിൽ നാളെയോ മറ്റന്നാളോ ഏതെങ്കിലും സമയത്ത്, അല്ലെങ്കിൽ ഇച്ചിരി പ്രായം കഴിഞ്ഞാൽ അർജുനും മരണം സംഭവിക്കുക അല്ലേ. അന്നും ആരും അറിയാതുള്ളൊരു മരണമായിരിക്കും ഒരുപക്ഷെ ഉണ്ടാകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് ഞാൻ മരിച്ചാൽ എൻ്റെ ബന്ധുക്കളും എൻ്റെ സുഹൃത്തുക്കളും മാത്രം അറിഞ്ഞുള്ളൊരു മരണമായിരിക്കും. അപ്പം നാടറിഞ്ഞുള്ളൊരു മരണം എന്ന് പറയുന്നത് അതും ഏത് മനുഷ്യനും പ്രിയപ്പെട്ടത് തന്നെയാണ്. അവിടുത്തെ എം.എൽ.എ സതീഷ് കൃഷ്ണ അല്ലേ, പുള്ളി ഇതിനോടൊപ്പം അനുഗമിക്കുക എന്ന് പറയുന്ന, കർണാടകത്തിലെ എം.എൽ.എ അനുഗമിക്കുക എന്ന് പറയുന്ന ആർക്കും കിട്ടുന്ന ഒരു സൗഭാഗ്യമല്ല. കൂടെ സഞ്ചരിച്ച് ഇവിടെ കൊണ്ടുവരിക. അതുപോലെ എത്രയോ ആൾക്കാർ വഴിനീളെ എത്രയോ ആൾക്കാർ കാത്തിരുന്നു. അതൊക്കെ തന്നെയാണ് ഒരു പോസിറ്റീവ്. ഈ മരണം എന്ന് പറയുന്ന ആർക്കും തടുത്തി, ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മരിക്കും. ദിവസത്തിൻ്റെ ദൈർഘ്യം മാത്രമേ ഉള്ളൂ. ഞാനതാണ് പറഞ്ഞത്, ഇന്ന് ഈ അപകടത്തിൽ നമ്മൾ അർജുൻ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ അർജുൻ ജീവിതകാലം മൊത്തമല്ല, ഇനി മരണമേ ഇല്ലെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. ഇന്നല്ലെങ്കിൽ നാളെ, അല്ലെങ്കിൽ മറ്റന്നാൾ ഏതെങ്കിലും സമയത്ത് നമ്മൾ മരിച്ചു. അല്ലെങ്കിൽ ഏതെങ്കിലും അപകടം, ഞാൻ അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ എത്രയോ അപകടങ്ങളുണ്ടാകും, എത്രയോ മണ്ണിടിച്ചിലുണ്ടാകും, എത്രയോ പേരെ നമുക്ക് നഷ്ടപ്പെടുന്നു. ആരും അറിയാൻ വയ്യാതെ ആ മരണങ്ങളൊക്കെ സംഭവിക്കുന്നത്. പക്ഷെ ആ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു അർജുൻ ഒരു പക്ഷേ പുണ്യം ചെയ്തതായിരിക്കും. ഈ രാജയോഗം എന്ന് പറയുന്നത് മരണത്തിലൂടെ കിട്ടിയ ഒരു വ്യക്തി തന്നെയായിരിക്കും അർജുൻ. അങ്ങനെ കാണാനാണ് എനിക്ക് ഇഷ്ടം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ
ഈ അർജുനൊരു തേങ്ങലായി മാത്രമേ എനിക്ക് ചിന്തിക്കാൻ പറ്റത്തുള്ളൂ. എന്നാലും അവൻ്റെ മരണവും എല്ലാം നാടറിഞ്ഞുള്ള ആ ഒരു വിടവാങ്ങലുമൊക്കെ ചിലതങ്ങനെയാണ്. നമുക്ക് ചിലത് നഷ്ടപ്പെടുമ്പോൾ ചിലത് നമ്മൾ നേടിക്കൊണ്ടേയിരിക്കും. അത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അർജുനനും കിട്ടിയത്. നാടറിഞ്ഞു, നാടിൻ്റെ പ്രിയപ്പെട്ടവനായി, പക്ഷേ ജീവിതം അവന് ഒട്ടും ബാക്കി വച്ചില്ല. അങ്ങനെ സംഭവിച്ചാൽ നമുക്ക് വിഷമമുണ്ട്. പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ ആരും മരിക്കും, എല്ലാവരും മരിക്കും എന്ന തത്വത്തിൽ വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. എല്ലാവരും അറിഞ്ഞ് മരിക്കുന്നതിൻ്റെ ഒരു സുഖമുണ്ടല്ലോ, അതൊന്ന് വേറെ തന്നെയാണ്. ഞാനും ആഗ്രഹിക്കുന്നത് അത് തന്നെ. നിങ്ങൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്ന ഒരു വിഷയം അങ്ങനെ തന്നെ ആകാം. അപ്പം മറ്റൊരു വിഷയമായി വീണ്ടും എത്താം. ഓക്കെ, ബൈ.